അപ്പൊ നമുക്ക് ഈ കുറച്ച് ചടപടായ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും. ഈ ചോദിച്ചു രണ്ടുപേർക്കും ചോദ്യങ്ങളുണ്ട്. ആദ്യം നമുക്ക് സുരേഷ് ഏട്ടൻ, ചെറുപ്പത്തിലെ സുരേഷ് ഏട്ടൻ കഴിച്ചിരുന്ന 5 മിഠായികളുടെ പേര് പറയാൻ പറ്റുമോ? ചൗമിഠായി, ചൗമിഠായി, പേരീസ്, പേരിസ്, പച്ച കളറിൽ, പേരീസ്, നാരങ്ങ മുട്ടായി, നാരങ്ങ മുട്ടായി ഉണ്ട്. പിന്നെ ജീരക മുട്ടായി, അതിപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് ജീരകമാണെന്ന് തോന്നുന്നു, വേറെ ഷേപ്പിലാക്കി എന്നാലും ഉണ്ട്. ജീരക മുട്ടായി, പിന്നെ തേങ്ങ മുട്ടായി. തേങ്ങ മുട്ടായി. ശരി. ചെറുപ്പകാലത്ത് ഇഷ്ടപ്പെട്ടിരുന്ന 5 നടിമാർ. ഒന്ന് ശ്രീമാമ, ഷീല അമ്മ, പിന്നെ സാരദ അമ്മച്ചി, ലക്ഷ്മി, കവിയൂർ പൊന്നമ്മ ചേച്ചി. ശരി. ഇനി ചേട്ടൻ പണ്ട് ചെറുപ്പത്തിൽ പോയതിൽ അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ചേട്ടൻ പോയി കണ്ട സ്ഥലങ്ങൾ, ഇഷ്ടപ്പെട്ട 5 സ്ഥലങ്ങൾ ഏതാണ്? ഞാൻ ഉള്ളത് പറയാമല്ലോ. പറയാം. പോയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ എനിക്ക് കൗതുകം വളർത്തിയിട്ടുള്ള, എപ്പോഴും കണ്ണിൽ മായാതെ നിൽക്കുന്ന ഒരു സ്ഥലം, അതെങ്ങനെ എനിക്ക് വർണ്ണിക്കണമെന്ന് എനിക്കറിയില്ല. അമേരിക്കയിലാണ് ടൈം സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ഞാൻ അനുശ്രീ, അബീക്ക, അനൂപ് ചന്ദ്ര, ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് അവിടെ പോയത്. ഇപ്പോൾ അത് 100 നിലയുള്ള കെട്ടിടമൊക്കെ മൊത്തം അവിടെ എല്ലാം എന്താ പറയുക, വേറൊരു ലോകത്തിൽ ചെന്ന്. അത് എനിക്ക് കുട്ടിക്കാലത്ത് ഞാൻ സിനിമയിൽ വേണ്ട മുമ്പ് ഞാൻ എൻ്റെ ചില ബന്ധങ്ങൾ പറഞ്ഞു. ചെന്നൈ നഗരം എനിക്ക് എൻ്റെ അളിയനെ പോലെയാണ്. എനിക്ക് എൻ്റെ ഒരു അളിയനാണ് ചെന്നൈ. ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇല്ലാതെ പോയ നല്ലൊരു കാമുകിയാണ്. നല്ല തണുപ്പും കുളിരും ഭംഗിയൊക്കെ ഉള്ള ഒരു നഗരം. ബോംബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു ബോസ്. ഇനി ഭക്ഷണ സാധനങ്ങൾ വരുന്ന 5 സിനിമാ പേര്. ഇപ്പൊ തന്നെ ഇവിടെ പറയണല്ലോ, ചോക്ലേറ്റ്, മധുര നാരങ്ങ, ഇനിയുണ്ട്. പറഞ്ഞുതരാം. മുന്തിരി വള്ളികൾ തളർക്കുമ്പോൾ നമുക്ക് പറക്കാം മുന്തിരി തോപ്പുകൾ. മുന്തിരി വള്ളിയും തേന്മാവും. മുന്തിരിവള്ളിയും തേന്മാവും. പിന്നെ അഞ്ചായില്ലേ. പിന്നെ ജിലേബി എന്നൊരു സിനിമ ഞാൻ മനസ്സിൽ കണ്ടുവച്ചു. അത് 6ാമത്തെ സിനിമ ജിലേബി. ഓക്കെ. അപ്പൊ സുരേഷ് എല്ലാ ആൻസറും പറഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് സേതു അമ്മയുടെ ക്വസ്റ്റ്യൻസ് ആണ്. ചെറുപ്പത്തിൽ സേതു അമ്മ കളിച്ചിരുന്ന 5 കളികൾ. തിരുവാതിര, ഭരതനാട്യം. അതല്ല, അല്ലാതെ അമ്മയും കൊച്ചും കളിയോ, കഞ്ഞിയും കറിയോ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ചോറും കറിയും വെക്കുക, കണ്ണ് കെട്ടി കളിക്കുക, കളം വരച്ച എന്താ പറയാ, വട്ടുകളിന്നല്ലേ അതന്നെ. പിന്നെ കുളംകര, കുട്ടിയും കോലും. ആര്? ഞങ്ങൾക്ക് വയലൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ വയലിൽ ഉണങ്ങുന്ന സമയത്ത് കുട്ടിയുണ്ട്. കൊച്ചിലെ ഉള്ള കാര്യ. അതെ, കുഞ്ഞിലെ. പിന്നെ അതെന്താ? ഗോലികളി. കളിക്കുന്ന കളിയാണ്. അതാണ് വീട്. ഫുട്ബോൾ കളി നമ്മളിപ്പോ കണ്ടു. ഇനി അമ്മ ഉണ്ടാക്കിയിട്ടുള്ള 5 അച്ചാറുകൾ. മാങ്ങ അച്ചാറ്, ഇലിമ്പിക്ക അച്ചാറ്, നാരങ്ങ അച്ചാറ്, നെല്ലിക്ക, ഞങ്ങൾക്ക് മരമുണ്ട്, നെല്ലിക്ക അച്ചാറ്, പിന്നെ ഇഞ്ചി അച്ചാറ്. അതിൽ ഇഷ്ടപ്പെട്ടത് ഏതാ? എപ്പോഴും ഇഷ്ടം തോന്നുന്നു ഇഞ്ചി. ഇനി ചെറുപ്പത്തില് പാടി നടന്ന 5 പാട്ടുകൾ. ഒരു പാട്ട് എനിക്ക് എപ്പോഴും പാടി തരും. ഏതാ? അതൊക്കെ ഇപ്പോഴുള്ള എന്റെ ചെറുപ്പത്തിലൊക്കെ ഉള്ള പാട്ട്. നിരയുടെ ണ്ടൊക്കെ ഞങ്ങൾ ഒരു കുട കീഴില്. അതിന്റെ ബാക്കിയല്ലല്ലോ ഇത്. പള്ളിയിൽ പോകാറുള്ളത് അറബിക്കടലൊരു മണവാളൻ, കരയോ നല്ലൊരു മണവാട്ടി. 4ാമത്തെ. കാണാൻ നല്ല കിനാവുകൾ കൊണ്ടൊരു കണ്ണാടി മാളിക തീർത്തു ഞാൻ. മുറ്റം നിറയെ മുന്തിരി വള്ളി പടർത്തി ഞാൻ. അത് ഭാര്യയിലുള്ള ലാസ്റ്റ് പാട്ട്. എന്തിനു പൊന്മണി വിളക്കുകൾ തറവാടിനൊന്നിനിധി കുടുംബിനി. ഓക്കെ. അങ്ങനെ 5 പാട്ടുകളാണ് ചേച്ചിയുടെ ഇഷ്ടപ്പെട്ടത്. ഇനി മഞ്ജു വാര്യരുടെ ഇഷ്ടപ്പെട്ട 5 സിനിമകൾ ചേച്ചിക്ക്. ഓൾഡ് ആർ യു എന്നാണ് അഭിനയിച്ചതും ആയതുകൊണ്ട് ഈ പുഴയും കടന്ന്, സമറിൻ ബദ്ലഹേം, കണ്ണെഴുതി പൊട്ടും തൊട്ട്, കന്മദം. അപ്പൊ അങ്ങനെ എല്ലാ വിശേഷങ്ങളും എല്ലാം ചോദ്യങ്ങളും കഴിഞ്ഞ് നമ്മളിങ്ങനെ സമാധാനമായിട്ട് ഇരിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ അതിഥിയെ വിളിക്കാനുള്ള സമയമായിരിക്കാണ്.
റെഡി അല്ലേ? അതിനു മുമ്പ് നിങ്ങൾക്ക് ഞാൻ ഒരു ചെറിയൊരു സമ്മാനം കൂടി ഞാൻ എടുത്തിട്ട് വരാം. അത് ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി തരുന്നു. ഓക്കെ?